കൊല്ലം ഓച്ചിറയ്ക്കടുത്ത് സ്ത്രീധനത്തിന്റെ പേരിൽ ഗർഭിണിയായ യുവതിക്ക് നേരെ ഭർത്തൃവീട്ടുകാരുടെ ക്രൂരമർദ്ദനം. അഴീക്കൽ സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. മുഖത്തും ശരീരത്തും പരുക്കുപറ്റിയ ഈ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗർഭം അലസിപ്പിക്കാൻ ഭർത്താവ് അടിവയറ്റിൽ ചവിട്ടിയെന്ന യുവതി. ഹായ് ഗൈസ്, നമസ്കാരം. കുറെ ദിവസങ്ങൾ മുമ്പ് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വിഷയം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീധന പീഡനാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ടിട്ട് വീട്ടിൽ നേരുന്ന പീഡനം, ആത്മഹത്യ, കത്തുകള്, വോയിസുകള്, റെക്കോർഡിങ്ങുകള്, ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, കല്യാണം കഴിക്കാത്ത ആൾക്കാർക്ക് വരെ കല്യാണത്തിനോട് താല്പര്യം മുഴുവൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അങ്ങനെ ഒരു 2 ദിവസം മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു ന്യൂസാണ് എന്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല. കാരണം യൂട്യൂബിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാത്രമേ വരൂ. ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ അങ്ങനെയാ. ഇപ്പൊ ഈ കുറച്ചു ദിവസമായി ബിഗ് ബോസ് കണ്ടന്റുകൾ കണ്ട് വേറെ വാർത്തയൊന്നും വരുന്നില്ല. അങ്ങനെ ഞാൻ ഈ ന്യൂസ് ശരിക്കും പറഞ്ഞാൽ 2 ദിവസം മുമ്പ് ഒന്ന് ചെറുതായി കണ്ടിരുന്നെങ്കിലും സംസാരിക്കണമെന്ന് കരുതി പിന്നെ നമ്മളിങ്ങനെ വിട്ടുപോയി. ഞാൻ ഇന്നാണ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് എടുക്കുന്നത്, സംസാരിക്കുന്നതും. എത്ര പേര് സോഷ്യൽ മീഡിയയിൽ ഇത് സംസാരിച്ചു എന്നറിയില്ല. അടുത്ത സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് നേരിട്ടിട്ടുള്ള ഒരു പീഡനം. കൊല്ലം ഓച്ചിറ ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രഗ്നന്റ് ആയ ലേഡീന്റെ എഗെയിൻസ്റ്റ് ആണ് ഈ ഒരു സംഭവം ചെയ്തത്. അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, കല്യാണം കഴിച്ച ഭർത്താവ്. ആദ്യം തന്നെ ഈ ന്യൂസ് കംപ്ലീറ്റ് കേൾക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീധന പീഡനം, അല്ലെങ്കിൽ എന്റെ ഒരു സംശയമാണ്, ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ കല്യാണം ഉറപ്പിച്ച സമയം ഈ ചെക്കന്റെ വീട്ടുകാരോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ കല്യാണത്തിന് നിന്നത്? ഫോർ വാട്ട് മാങ്ങാണ്ടി ആ കല്യാണത്തിന് നിന്നു? ഇതാണ് എന്റെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ആ വീട്ടിൽ നിൽക്കുന്ന സമയം ആ ഭർത്താവ് കണ്ടിന്യൂസ് ആയിട്ട് സ്ത്രീധനത്തിന്റെ പേരിൽ നിങ്ങളുടെ അടുത്ത് മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ എന്തിനാ സാഹചര്യം സഹിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നു? അപ്പൊ നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, കല്യാണം കഴിച്ചു വിട്ടതല്ല, ഇത്രയും പൈസ കൊടുത്ത് കുടുംബക്കാരും നാട്ടുകാരൊക്കെ അറിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോവാണെങ്കിൽ എന്റെ വീട്ടുകാർക്ക് ഇത് മോശമല്ലേ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് അത് മോശമല്ലേ? ഈ വീട്ടുകാരും നാട്ടുകാരും, അതിൽ ഫസ്റ്റ് നാട്ടുകാർ, ഇവരുടെ സർട്ടിഫിക്കറ്റിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. വീട്ടുകാരാണ്. ഈ സ്ത്രീധനത്തിന്റെ കാര്യം ചോദിച്ച് നമ്മളെ ഗുരുതരമായി പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിൽ കടന്ന് പീഡനം സഹിക്കുന്നതിലും എത്രയോ നല്ലതാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വല്ല തൊഴിലുറപ്പ് ചെയ്തിട്ട് എങ്ങാനും ജീവിക്കുന്നത്. അപ്പം ഈ കേസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ 2 കാര്യം പറഞ്ഞിട്ട് എനിക്ക് ബാക്കി പറയാൻ പറ്റും. അപ്പം നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് നോക്കാം. ആദ്യം തന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കണ്ട. പറഞ്ഞു ഭർത്താവിന്റെ അച്ഛൻ അന്നത്തെ ദിവസം ഉപദ്രവിച്ചായിരുന്നു. കുറെ അസഭ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അമ്മായിയമ്മയാണ് വന്ന് കതവ് കുറ്റിയിട്ട് ഇവളെ അങ്ങനെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അമ്മായി ഇപ്പം ബാഗിന് പിടിച്ച് അകത്തോട്ട് വലിച്ച് മകൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കഴുത്തിനും പുറത്തിനും ഒക്കെ അടിക്കുകയും കുത്തിപ്പിടിക്കുകയൊക്കെ ചെയ്തു. മകൻ ആദ്യം ഓടി വന്നതിന് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, വീട്ടുകാർ പറയരുതെന്നാ പറഞ്ഞു. പക്ഷെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ഭർത്താവിന്റെ അമ്മ പറഞ്ഞത്, പിന്നെ ഇത് എന്റെ മകന്റെ അല്ല, വേറെ ആരെയോ പിടിച്ചുണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു ചവിട്ടി കലക്കടാന്ന് മകനോട് പറഞ്ഞു. മകൻ ഓടി വന്ന് എന്റെ അടിവയറ്റ്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ മോന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു വിടുമ്പം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ആ പെണ്ണിനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ടാ കൊണ്ടുവരണേ. അപ്പൊ അവളെ നോക്കാനും അവളെ പൊന്നുപോലും നോക്കാനുള്ള ഒരു ആസ്തി എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പെണ്ണിനെയും അല്ലെങ്കിൽ അതിന് വരുന്ന കുട്ടീനെയൊക്കെ നോക്കണമെങ്കിൽ ഇവന്റെ പോക്കറ്റിൽ എന്തെങ്കിലും പൈസ വേണ്ട. ആ പൈസയും അല്ലെ നോക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ മോനുണ്ടോ നോക്കണം. അല്ല, അവന്റെ കയ്യിൽ ഒരു പൈസയും ഇല്ല. അവൻ നോക്കുന്നത് ഈ പെണ്ണിട്ടുകൊണ്ട് വരുന്ന സ്വർണവും ഈ പെണ്ണിന്റെ വീട്ടുകാർ തരുന്ന സാധനവുമാണ്. അതിന് രണ്ടാമത്തത്, ഇവൻ അങ്ങനെ ഒരു മനസ്സില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവനിൽ ഉണ്ടായ കുട്ടീനെ ആണ് ഇവൻ എന്ത് ചെയ്യുന്നത്, അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവൻ കാണിച്ചു കൂട്ടുന്നത്. അപ്പൊ അതിൽ 2ൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവണം, എന്റെ മോൻ ഇത് 2ഉം ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ പറയുക, ഇവനെ കല്യാണം കഴിപ്പിച്ചു വിടരുത്. കാരണം ഇവനെ കല്യാണം കഴിപ്പിച്ചു വിടുന്നുണ്ടെങ്കിൽ ഇപ്പം ഇവൻ ഉണ്ട തിന്നുന്നതിന്റെ കൂട്ടത്തിൽ ഈ വയസ്സായ പ്രായത്ത് നിങ്ങൾ 2 പേരും കൂടെ ഉണ്ട തിന്നേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. കാരണം ഒരു അമ്മയും അച്ഛനുമായി ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്തുവാടേ? ഇങ്ങനെ കുറെ എണ്ണങ്ങൾ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ട്. മോൻ കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിന്റെ സ്വർണം പിഴിയാൻ നിൽക്കുന്നത്. ഇതിലും ഭേദം പോയി മോഷ്ടിക്കടോ, സ്വന്തമായിട്ട് എഫോർട്ട് എടുത്താണെങ്കിലും പറയാം. ഞാൻ ഇരുന്നു പോയി. എന്നിട്ട് ഓടി വന്ന് എന്റെ കർണത്ത് എന്ന് വെച്ചാൽ ഇവർക്കറിയാം ഞാൻ എന്ത് ചെയ്താലും ഒഴിഞ്ഞു പോയില്ല. എന്ന് വെച്ചാൽ എന്റെ മാക്സിമം എഫോർട്ട് ഇട്ട് ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം എന്റെ അച്ഛനും അമ്മ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടാണ് എന്നെ കെട്ടിച്ചു വിട്ടത്. അപ്പൊ അവരുടെ എന്റെ ഒരു അനിയൻ നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പൊ ഇനി എന്റെ ജീവിതം കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു പോവില്ല എന്ന് അവർക്കറിയാം. അപ്പൊ ദേഹോപദ്രവം
ഒരുവിധം പെണ്ണുങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു വിചാരമാണിത്. കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ബാധ്യതയാണ്, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുന്നത് അച്ഛനും അമ്മയ്ക്കും ബാധ്യതയാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ട ഒരു കാര്യം എന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ ഓക്കെ അല്ല, അവിടുന്ന് കടുത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇന്ന് ഈ ലോകത്തുണ്ട്. പഠിച്ചിട്ടുള്ള ഒരാളാണ്, ഒരു ജോലിക്ക് കയറാം, മന്ത്ലി ഒരു ഇൻകം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഇൻകം കൊണ്ട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോവാം. ഇല്ലെങ്കിൽ ആ കല്യാണം കഴിച്ച പുരുഷന് കൊടുത്തിട്ടുള്ള സ്വർണവും കാര്യങ്ങളും ഇല്ലേ, ആ സ്വർണവും കാര്യങ്ങളെല്ലാം കോടതി മുഖാന്തരം തിരിച്ചു വാങ്ങുക. ആ സ്വർണവും സാധനങ്ങളെല്ലാം പണയം വെച്ചിട്ട് ആ പൈസക്ക് എന്ത് ചെയ്യുക, ജീവിക്കാം. അല്ല, ഇനി അവർക്കൊരു ബാധ്യതയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോയി ആ ജോലി സ്ഥലത്ത് തന്നെ നമുക്ക് താമസിക്കാൻ പറ്റുന്ന എത്രയോ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ജോലി സ്ഥലങ്ങളുണ്ട്, അവിടെ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യുക. ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കുന്നതിലും ഏറ്റവും നല്ലതല്ലേ? ആൻഡ് ഐ ബിലീവ് ഒരു അച്ഛനും അമ്മയ്ക്കും സ്വന്തം മക്കളെ ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് ഇട്ടുകൊടുക്കാനാവില്ല. കല്യാണം കഴിച്ചു പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ബാധ്യത കഴിഞ്ഞു, പിന്നെ ജീവിതകാലം മുഴുവൻ എല്ലാം ആക്കണം. എനിക്കറിയില്ല അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ ഇപ്പോൾ കോൺസെപ്റ്റുകൾ ഇതാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ 100% നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കും നമ്മളുടെ പാരന്റ്സ്. അപ്പം ഇങ്ങനത്തെ കുറെ ചിന്തകൾ കണ്ട് നിങ്ങൾ ഇതൊക്കെ സഹിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ജീവിതം മാത്രമാണ് പോകുന്നത്, വേറെ ഒരാളുടെയും അല്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ ഇനിയെങ്കിലും. മാതാവും 24-നോട് പ്രതികരിച്ചു. പക്ഷെ ഈ ആലോചന വന്നപ്പോൾ പലരും നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം ഈ കൊച്ചന് ആദ്യം ഒരു കല്യാണം ഉറച്ചിരുന്ന് 8 മാസമോളമായി കല്യാണത്തിന് നേരെ എടുക്കാനായ സമയത്തും കണ്ട് കൊച്ചന്റെ അച്ഛനും കണ്ട് സ്ത്രീധനം ചോദിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ആ ബന്ധം പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു ബന്ധം, 2 ബന്ധം പോയി. അപ്പോൾ നമുക്ക് ഈ ആലോചന 3 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പം നമുക്ക് ഈ ആലോചന വന്നപ്പോൾ പലരും നമ്മളോട് പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു. ഒത്തിരി പേര് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു 10 ആളെ എടുത്താൽ 8 പേരും കൊടുക്കരുതെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ വിചാരിച്ചത് ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഓടി എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, അടുത്താണ്, പിന്നെ ഒരു ജോലിയുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിന് ഇമാതിരി ഒരു മണ്ടത്തരം ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഈ കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ലവ് മാരേജ് ഒന്നുമല്ല, അറേഞ്ച് മാരേജ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾ ആ നാട്ടിലൊക്കെ പോയി അന്വേഷിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഇത്രയും കഥകൾ പറഞ്ഞിട്ടും പിന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് കെട്ടിച്ചത്? നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഈ ഒരു ചെക്കൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു ചോദ്യം നിങ്ങൾ പറഞ്ഞപ്പോൾ ജോലിയുള്ള ഒരു ചെക്കൻ ഇയാൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താ പറയുന്നത്? 10 ആൾക്കാരില്ല 8 ആൾക്കാരും പറഞ്ഞത് ഇവന് കല്യാണം കഴിച്ചു കൊടുക്കരുത്, ഇവന്റെ സ്വഭാവം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അത് കേട്ടിട്ട് ഇവന് കല്യാണം കഴിച്ചു കൊടുത്ത നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടന്മാരായിട്ടുള്ള പാരന്റ്സ്. അല്ലാണ്ട് എന്താ പറയണ്ടേ? വിവാഹം ഇസ് എ പാർട്ട് ഓഫ് ലൈഫ് എന്ന് കരുതി എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ച് മക്കളെ തള്ളുക എന്നുള്ള നിങ്ങളുടെ ഈ കോൺസെപ്റ്റ് ഇനിയെങ്കിലും നിങ്ങൾ മാറ്റണം. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ മക്കളാണ്, നിങ്ങൾ തന്നെ വളർത്തിക്കൊണ്ട് വന്ന മക്കളാണ്. അവർക്കൊരു പ്രായമാവുന്ന സമയത്ത് നല്ലൊരു പാർട്ട്ണറിന്റെ അടുത്ത് കൊടുക്കുന്നിടത്താണ് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇത് ഈ ഒരു പ്രായമായി എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം, ആരെങ്കിലും വരട്ടെ, ആരെങ്കിലും കെട്ടിക്കട്ടെ എന്ന് പറഞ്ഞ് കെട്ടിക്കുകയല്ല ചെയ്യേണ്ടത്. അവിടെ എവിടെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം തീരുന്നത്? ഇത്രയും ആൾക്കാർ പറഞ്ഞിട്ടും വീണ്ടും അവന് തന്നെ കെട്ടിച്ചു കൊടുത്തു. കാരണം എന്താ? വീടിന്റെ അടുത്ത ഏരിയയിലുള്ള ചെക്കനും ജോലി ഉള്ളത് കൊണ്ടാണ്. എന്ത് എക്സ്ക്യൂസാണ് നിങ്ങളൊക്കെ പറയുന്നത്? നിങ്ങളൊക്കെ തന്നെയാണോ ഈ ഒന്നിലധികം ഓണം ഉണ്ടോ എന്ന് പറയുന്ന ടീമുകൾ? സൈനികനായ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പോലീസ് കേസെടുത്തു. അരുൺരാജ് വിവരങ്ങളുമായി. അരുൺരാജ്, ഇയാൾ സൈനികനാണ് അല്ലേ? ഇത് ക്രൂരമായ മർദ്ദനത്തിനും പീഡനത്തിനുമൊക്കെ ഈ പെൺകുട്ടി ഇരയായിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. പോലീസ് നടപടിയെടുത്തിട്ടുണ്ടല്ലേ? അനുജ, ക്രൂരമായ പീഡനമാണ് അഴീക്കൽ സ്വദേശിയായ ഈ അക്ഷയ്ക്ക് നേരിടേണ്ടി വന്നത്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് 8 മാസം മാത്രമാണ് പിന്നിടുന്നത്. 8 മാസത്തിനിടയിൽ 1 മാസം ഗർഭിണി കൂടിയാണ് അക്ഷയ. ഈ 8 മാസത്തിനിടയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ സ്ത്രീധനം ആരോപിച്ച് തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് അക്ഷയ നമ്മളോട് തന്നെ വ്യക്തമാക്കുന്നത്. അത് ശരീരത്താകമാനം അത് അത്തരത്തിൽ പാടുകളുണ്ട്, ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട്. ഈ സ്ത്രീധനം കൊടുത്തത് 11 ലക്ഷം രൂപയും 28 പവനുമാണ്. പക്ഷേ ഇതല്ല, ഇതിനപ്പുറമുള്ള തുകയാണ് ഇവർ പ്രതീക്ഷിച്ചത് എന്നുള്ളതാണ് ഈ ഭർത്തൃ വീട്ടുകാർ നിരന്തരമായി ഈ അക്ഷയോടും മാതാപിതാക്കളോടും. 11 ലക്ഷം രൂപയും 28 പവനും. എന്താ ഇതിന് മാത്രം ഈ സൈനികനുള്ളത്? എന്റെ പൊന്നുമോളെ, ഇതൊക്കെ കൊടുക്കാൻ എന്റെ അച്ഛനും അമ്മേനെ സമ്മതിച്ച? സീരിയസ്ലി ഞാൻ ചോദിക്കുക, ഇത് കൊടുക്കാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും തോന്നിയോ? ഇത്രത്തോളം ന്യൂസും കാര്യങ്ങളും ഈ സ്ത്രീധനം ചോദിക്കുന്ന ആൾക്കാരെ, അല്ലെ ഈ സ്ത്രീധനത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കണം. നിങ്ങൾ ഇന്ന് കണ്ട് നാളെ പോയി കല്യാണം കഴിക്കല്ലേ. ദയവ് ചെയ്ത് ആ വ്യക്തിയൊക്കെ ആയിട്ട് സംസാരിച്ച് ആളുടെ സ്വഭാവമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി സ്വഭാവത്തിൽ കൂടെ പറയുന്നില്ലെങ്കിൽ ക്ലിയർ കട്ടായി ഓപ്പൺ ആക്കി മുഖത്ത് നോക്കി പറയാം. അതിന് ഒരു മടിയും ചമ്മന്റെയും ആവശ്യമില്ല.
ക്ലിയർ കട്ടായിട്ട് പറയാം, എനിക്ക് സ്ത്രീധനം കൊടുക്കുന്നതിനോട് താല്പര്യമില്ല, നിങ്ങൾ ഇങ്ങനെ ഒരുപാട് പൈസയും കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ നമ്മൾ ബന്ധം മുന്നോട്ട് പോകില്ല എന്നൊന്ന് ക്ലിയർ കട്ടായിട്ട് പറയൂ. ഈ 2025 കാലത്തൊക്കെ ഇപ്പോഴും ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുന്ന പെൺകുട്ടികളുണ്ടോ എന്നാണ് ഞാൻ പേഴ്സണലി ആലോചിക്കുന്നത്. എത്രയൊക്കെ കേസസ് വന്നാലും, എന്തൊക്കെ ന്യൂസുകൾ വന്നാലും, എത്രയൊക്കെ ആത്മഹത്യ വന്നാലും, വോയിസ് വന്നാലും, വീഡിയോ വന്നാലും മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുണ്ട്. കല്യാണം ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ലൈഫ്. അതിനൊരു ടൈമുണ്ട്. അതിന് നമുക്ക് നമ്മളതായ ഒരു പ്രാക്ടിക്കൽ ബുദ്ധി കാര്യങ്ങൾ വരുമ്പോൾ നടക്കും. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ കല്യാണം കഴിക്കുന്നില്ലേ എന്നുള്ളതായിരിക്കും. 100% എനിക്ക് പറയാം. ഒരു കല്യാണ പരിപാടിക്ക് പോയാൽ, നാട്ടിൽ പോയാൽ, ജോലിക്ക് പോയാൽ, അപ്പുറത്തുള്ള കണ്ട ഇപ്പുറത്തുള്ള മണ്ട കൂടെ പഠിച്ചവന്മാർ കണ്ടാൽ വരെ ചോദിക്കുന്ന ഒരു ചോദ്യത, നിനക്ക് കല്യാണം ആയില്ലേ? എൻ്റെ കല്യാണം ഇസ് മൈ പ്രൈവസി. എനിക്ക് പേഴ്സണലി അതിന് മെച്യൂറായി തോന്നുമ്പം എനിക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു പാർട്ണറെ കാണുന്ന സമയത്ത് ഞാനത് ഡിസൈഡ് ചെയ്തോളൂ. ആ ഒരു ലെവലിലോട്ട് നിങ്ങൾ എത്തണം. അല്ലാണ്ട് ഇത് ആരെങ്കിലും കാണിച്ചു തരുമ്പോൾ നേരെ പോയി കല്യാണം കഴിച്ച് അവനെക്കുറിച്ച് മനസ്സിലാക്കാണ്ട് അവിടെ നിന്നുള്ള പ്രശ്നങ്ങളെല്ലാം നേരിട്ട് ലാസ്റ്റ് ഇതൊരു വലിയ ഇഷ്യൂ ആവുന്ന സമയത്ത് ഇത് കേസിലോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ആൻഡ് എപ്പോഴും ചീത്ത പറഞ്ഞ് മടുത്ത് എനിക്ക് തന്നെ ഉളുപ്പില്ലാണ്ടായ ഒരു സിസ്റ്റമാണ് ലീഗൽ സിസ്റ്റം. എന്തു വാടേ 100-120 കേസ് അങ്ങനത്തെ ഓരോന്ന് വരുന്നത്. ഒറ്റ കേസിന് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉമ്മാരുടെ കളിയൊക്കെ നിൽക്കും. ഇത് എല്ലാവരും ഈ ഉണ്ടയും ചപ്പാത്തിയും പൊറാട്ടയും കൊടുത്തിട്ട് പുറത്തോട്ട് ഇങ്ങനെ വെളുപ്പിച്ച് കൊഴുപ്പിച്ച് വിടുമ്പോഴാണ് ഉമ്മാർക്ക് ഇതിന്റെ ഒന്നും വില മനസ്സിലാക്കാണ്ടിരിക്കുക. സോ ഈ ശിക്ഷാ സംവിധാനമൊക്കെ ഒന്ന് കൂടണം. ചെയ്ത തെറ്റിനൊക്കെ ഓൺ ദ സ്പോട്ട് കൊടുക്കേണ്ട രീതിയിലുള്ള പണി കൊടുക്കേണ്ട രീതിക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പണിയൊക്കെ തീരും. ഇതിന് മാറ്റം വരുന്നുള്ളത് കണ്ടറിയാം. എനിവേ ഗൈസ്, അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ. മൂടങ്ങ് പോകും.